ഇപ്പോൾ CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാധ്യമങ്ങളെ കാണുന്നു. തത്സമയം. അല്ല ഇവരാണ് ഷാഫി പറമ്പിലാണല്ലോ ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരാളും. ഇതെല്ലാം നടന്നാലും ആ നടക്കുന്ന കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം മൂടി വെക്കുന്നതിന് വേണ്ടിയും അവരെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പ്രധാനപ്പെട്ട ഒരാൾ ഷാഫി പറമ്പിൽ കൂടിയാണ്. കോൺഗ്രസിൻ്റെ പുതിയ നേതൃത്വം എന്ന് പറയുന്നത് ഈ രീതിയിലാണ് എങ്കിൽ അത് വളരെ ഗൗരവപരമായ പ്രശ്നം തന്നെയാണ്. കോൺഗ്രസ് ആയാലും ഏത് രാഷ്ട്രീയ നേതൃത്വമായാലും ഒരു മൂല്യബോധത്തോടു കൂടിയാണല്ലോ മനുഷ്യർ രാഷ്ട്രീയ നേതാക്കന്മാരെയും പ്രവർത്തകരെയും കാണേണ്ടത്. മൂല്യം പോയിട്ട് മൂല്യത്തിൻ്റെ ഒരു അംശം പോലും കൈകാര്യം ചെയ്യാൻ സാധിക്കാത്ത രീതിയിൽ എന്തും ചെയ്യാൻ സാധിക്കുന്ന ഒരു ജീർണത ഇവരെ ബാധിച്ചിരിക്കുന്നു. അതിന് കൂട്ടു നിൽക്കാൻ ചിലർ മാനസികമായി ആ ജീർണതയോടൊപ്പം തന്നെ വരുന്നു എന്ന് മാത്രമേ കാണാൻ സാധിക്കുള്ളൂ. അല്ലാത്തവർക്ക് അതിൻ്റെ ഒപ്പം നിൽക്കാൻ സാധിക്കാത്ത സ്ഥിതിയാണുള്ളത്. അവരാണ് മൗനം നടിക്കുന്നത്. ആര് അല്ല, അത് ഇന്നലെ അവർ പറഞ്ഞല്ലോ, വർഷങ്ങൾക്ക് മുമ്പേ അറിയായിരുന്നു. ഞാൻ പിതൃതുല്യം സ്നേഹിക്കുന്ന VD സതീശനോട് ഞാൻ ഈ കാര്യം മുമ്പേ പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞതിന് ശേഷമാണ് അദ്ദേഹത്തിന് നിരവധി പദവികൾ നൽകിയിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ കാഠിന്യം വളരെ വ്യക്തമാണല്ലോ. അവർ അത്രയെല്ലാം കാര്യം പറഞ്ഞിട്ടും ഇത് കൃത്യമായിട്ട് ചെയ്തിട്ടുള്ളത് യഥാർത്ഥത്തിൽ അറിയാതെ ചെയ്തതല്ല, അറിഞ്ഞുകൊണ്ട് തന്നെ ചെയ്തതാണ്. അപ്പോൾ അതവരുടെ ഒരു സാംസ്കാരിക അവബോധം തന്നെയാണ് പ്രകടിപ്പിക്കപ്പെടുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇതിൽ VD സതീശൻ ഉത്തരം പറയേണ്ടതായിട്ടുണ്ട്. എല്ലാം അറിഞ്ഞിട്ടും ഈ കാര്യങ്ങളെല്ലാം ഫലപ്രദമായിട്ട് ഇടപെട്ട് എന്തെങ്കിലും ചെയ്യുന്നതിന് പകരം അവർക്കെല്ലാം ഡബിൾ പ്രൊമോഷനും കൊടുക്കുന്ന നിലയാണ് ഉണ്ടായത് എന്ന് പറയുന്ന ആ യുവതിയുടെ പരാമർശം വളരെ വളരെ ഗൗരവമുള്ളതാണ്. അത് സ്ത്രീവിരുദ്ധ നിലപാട് സ്വീകരിക്കുന്ന ഒരുപടി ആളുകൾ സൈബറിൻ്റെ പേരും പോലെ നടക്കുന്നുണ്ട്. അതൊക്കെ സ്വാഭാവികമായിട്ടും കുറച്ച് കഴിയുമ്പോഴല്ലേ അവസാനിക്കും. അതിലൊന്നും ഒരു സംശയം ഉണ്ടാവേണ്ടതില്ല. ശരിയായ സത്യസന്ധമായ കാര്യങ്ങൾ മാത്രമേ നിലനിൽക്കുള്ളൂ, ബാക്കിയെല്ലാം തകർന്നു പോകും. അത് നിയമ നടപടി തുടരും. ഗോപാലകൃഷ്ണൻ കുറച്ച് മുമ്പ് മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞത്, ഞങ്ങൾ ജമ്മു കാശ്മീരിൽ നടക്കും ആളെ ഇറക്കി വോട്ട് ചെയ്യും, അത് നിയമപരമായി തെറ്റൊന്നുമില്ല, ഞങ്ങൾ അത് ചെയ്യും, അടുത്ത തെരഞ്ഞെടുപ്പിലും ചെയ്യും. അതായത് നമ്മൾ തൃശ്ശൂരിലെ കാര്യമൊക്കെ അറിയാം. അത് ഈ ഫാസിസ്റ്റുകളായ ആളുകൾ എങ്ങനെയാണ് പെരുമാറുക എന്നുള്ളതിനെ കൃത്യമായിട്ട് മുഖക്കണ്ണാടി പോലെ ഗോപാലകൃഷ്ണനെ കണ്ടാൽ മതി. നേരിടുന്നത് ജനങ്ങളെ കാണുന്നത്. അത് ജനങ്ങളുടെ മുമ്പിലുണ്ടാകുന്ന ഒരു അവബോധമല്ലേ അദ്ദേഹം സൃഷ്ടിക്കുന്നത്. ഞങ്ങൾക്ക് എന്തും ചെയ്യാൻ അവകാശമുണ്ട് എന്ന് പറയാനുള്ള ഒരു ധൈര്യം ഒറ്റ ഒരു ചക്രി ജനാധിപത്യ സമൂഹത്തിലുണ്ടാവില്ല. അതുണ്ടാകുന്നത് എപ്പോഴാണ്? ഫാസിസ്റ്റ്, ഈ നവഫാസിസത്തിന്റെ ഭാഗമായിട്ടുള്ള രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ശക്തമായ തെളിവുകളുണ്ട്. ധാർമ്മികതയുണ്ടെങ്കിൽ MLA സ്ഥാനത്ത് നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കണം എന്നുള്ള ആവശ്യമാണ് CPIM മുന്നോട്ട് വെക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിനെ കോൺഗ്രസ് നേതൃത്വം, പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവും ഷാഫി പറമ്പിലും സംരക്ഷിക്കുന്നു എന്ന വിമർശനം കൂടി ആവർത്തിക്കുകയാണ് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.